കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ. 2 നാൾ ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. പൂന്താനത്തിന്റെ വളരെ പ്രശസ്തമായ ഏതാനും കവിതാ ശകലമാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ചൊല്ലാനോ പാടാനൊക്കെ ശ്രമിച്ചിട്ടുള്ളത്. വലിയൊരു കലാകാരനല്ല, സംഗീതാത്മകമായ വലിയ സിദ്ധിയുള്ള ആളുമല്ല. എങ്കിലും ഇതിൻ്റെ ആശയം പൂർണ്ണമായി നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ പറ്റുന്ന ഒരു മഹത്തായ കവിതാ ശകലമാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ വരികൾ ഞാൻ ഇവിടെ ചെല്ലാൻ പരിശ്രമിച്ചത്. വളരെ അർത്ഥവത്തായ കവിതയുടെ ഏതാനും ഈരടികളാണ് ഈ ഈരടികൾ. നമുക്കറിയാം, മനുഷ്യൻ അധികാരം കിട്ടിക്കഴിയുമ്പോൾ എല്ലാം മറന്നുകൊണ്ട് അഹങ്കാരത്തിൻ്റെയും ഹുങ്കിൻ്റെയും മുഷ്കിൻ്റെയും ഒക്കെ സിമ്പലുകളായി മാറുന്ന ഒരു ദയനീയമായ ചരിത്രം അല്ലെങ്കിൽ ദയനീയമായ കാഴ്ച നമുക്ക് മുമ്പിലൂടെ ഉടനീളം കാണാൻ സാധിക്കും. ചരിത്രത്തിൽ കഴിഞ്ഞുപോയ ചക്രവർത്തിമാരും രാജാക്കന്മാരും ഒക്കെ ഏകാധിപതികളുമൊക്കെ ഏറ്റുവാങ്ങിയ തകർച്ചയുടെ ചരിത്രം അറിയാത്തവരല്ല നമ്മളാരും. ഒരുപാട് ഏകാധിപതികൾ, ഒരുപാട് ചരിത്ര നായകന്മാരൊക്കെ ഹുങ്കിൻ്റെയും ഇതുപോലെ അഹങ്കാരത്തിൻ്റെയും ഒക്കെ ആളുകളായി മാറി ജനമനസ്സുകളിൽ അവരുടെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ട് ജനങ്ങളെ അങ്ങേയറ്റം പ്രയാസപ്പെടുത്തി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ജനങ്ങൾക്കെതിരെ ആ അഹങ്കാരത്തിൻ്റെ അധികാരത്തിൻ്റെ ഗർവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ അടിച്ചമർത്തിയപ്പോൾ സ്വാഭാവികമായും അവർ തന്നെയാണ് തകർന്നത് എന്നുള്ളത് ചരിത്രത്തിൽ നമുക്കുടനീളം കാണാൻ സാധിക്കും. എന്നാൽ ഈ ചരിത്രത്തിൽ നിന്നുമൊന്നും പാഠം പഠിക്കാതെ, ഈ ചരിത്രം ഉൾക്കൊള്ളാതെ ഇപ്പോഴും എല്ലാ മനുഷ്യരും, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ഏതെങ്കിലും തരത്തിലുള്ള അധികാരത്തിൻ്റെ മധുരം കിട്ടുമ്പോൾ ആ അധികാരത്തെ കൃത്യമായി ഉപയോഗിക്കാതെ അതിൻ്റെ ധാർമ്മിക വശങ്ങളും സാമൂഹിക നീതിയും അതോടൊപ്പം തന്നെ മാനുഷിക വശങ്ങളുമൊന്നും നോക്കാതെ ജനങ്ങൾക്ക് മേൽ അത്തരം അധികാരങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ദുരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല, അത് മതാധികാരങ്ങളിൽ മാത്രമല്ല, അത് സാമൂഹികമായ അധികാരങ്ങളിൽ മാത്രമല്ല, എല്ലാ അധികാര കേന്ദ്രങ്ങളെയും ഗ്രസിച്ച ഒരു ക്യാൻസറാണ് അധികാരവർഗത്തിൻ്റെ ഹുങ്കും അവരുടെ അഹങ്കാരവും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വളരെ ചെറിയ അധികാരങ്ങൾ കിട്ടുമ്പോൾ പോലും പ്രാദേശികമായി ഏതെങ്കിലും തരത്തിലുള്ള മതവിഭാഗത്തിൻ്റെയോ പള്ളികളുടെയോ ഇടവകയുടെയോ ക്ഷേത്രങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അധികാരങ്ങൾ കിട്ടുമ്പോൾ പോലും അതിൻ്റെ ന്യായാന്യായങ്ങൾ നോക്കിക്കൊണ്ട് അതിൻ്റെ നീതിയും യുക്തിയും ധാർമ്മിക വശങ്ങളും നോക്കാതെ അവരുടെ തൽപര കക്ഷികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ദുരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള വലിയ പരാജയങ്ങളാണ് നമുക്ക് ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് നമുക്കിടയിൽ നിരന്തരമായി ഇത്തരം ഏകാധിപതികളുടെ ദുർവിനിയോഗം ചെയ്ത ആളുകളുടെ തകർച്ചയ്ക്ക് കാരണമായതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ ഒരു വചനമുണ്ട്, ചിന്തിക്കുന്ന ജനതയ്ക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നുള്ളതാണ് ആ വചനം. ആ വചനം മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, എന്നോട് ഞാൻ ആവശ്യപ്പെടുകയാണ്, നമുക്കൊരു അധികാരം കിട്ടുമ്പോൾ കഴിഞ്ഞകാല ചരിത്രത്തിൽ അധികാരത്തെ ദുർവിനിയോഗം ചെയ്തവർ, അധികാരങ്ങൾ മറ്റുള്ളവരെ അടിച്ചമർത്താനും മറ്റുള്ളവരെ അടിമപ്പെടുത്താനും ഉപയോഗിച്ചവർക്ക് എന്താണോ സംഭവിച്ചത് അത് നമുക്കും സംഭവിക്കും. അതുകൊണ്ട് ഏത് തരത്തിലുള്ള ചെറിയ അധികാരങ്ങൾ കിട്ടുകയാണെങ്കിലും അധികാരത്തെ വളരെ നീതിയോടുകൂടി, ധർമ്മബോധത്തോടുകൂടി, മനുഷ്യ സ്നേഹത്തോടുകൂടി, ആർദ്രമായ ഹൃദയത്തോടുകൂടി മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് വേണ്ടത്. അതാണ് പൂന്താനം പറഞ്ഞത്. ആ മാളിക മുകളേറിയ ആ മനുഷ്യനെ തന്നെ പിന്നെ ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കും എന്നുള്ള പൂന്താനത്തിൻ്റെ ഈ കവിതാ ശകലങ്ങൾ അർത്ഥവത്താകുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് മനുഷ്യ സമൂഹമേ ചിന്തിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ചിന്തിക്കാൻ എന്നെയും കൂടി പ്രേരിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.